ബ്രൂവറി വിവാദം വിടാതെ സർക്കാരിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയർത്തി പ്രതിപക്ഷം. മദ്യനയ അഴിമതി കേസിൽപ്പെട്ട ബിആർഎസ് നേതാവ് കെ കവിത കേരളത്തിൽ വന്നിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കവിത എവിടെയാണ് താമസിച്ചത് എന്ന് അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെയാണ് മദ്യനിർമ്മാണശാല അനുവദിച്ചതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. സർക്കാരിന്റെ മദ്യനയം മാറുന്നതിന് മുമ്പ് ഒയാസിസ് കമ്പനി പാലക്കാട് സ്ഥലം വാങ്ങി. മദ്യനയം മാറുമെന്ന് ഒയാസിസ് കമ്പനി എങ്ങനെ അറിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യം. ഇതിന് പിന്നിൽ നടന്ന ഇടപാടുകൾ ദുരൂഹമാണ്. മദ്യനയ കേസിൽപ്പെട്ട ബിആർഎസ് നേതാവ് കവിത കേരളത്തിൽ വന്നിരുന്നുവെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഉന്നം വയ്ക്കുന്നത് മുഖ്യമന്ത്രിയെയാണ്. ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചു. ഇതിന്റെ പിന്നിൽ ഒരുപാട് ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ്. മഴവെള്ള സംഭരണി അപ്രായോഗികമാണെന്നും പിന്നെ എങ്ങനെ മദ്യമുണ്ടാക്കാൻ ജലമെത്തിക്കുമെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് മറ്റു സംസ്ഥാനങ്ങളിൽ പോകുന്നത്, മദ്യകമ്പനികളുമായി ചർച്ച നടത്താനല്ലെന്നും എം പി രാജേഷിന് രമേശ് ചെന്നിത്തല മറുപടി നൽകി. എം പി രാജേഷ് കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ ഘടകകക്ഷികൾ പോലും എതിർക്കുമ്പോൾ ആ ജാള്യത മറച്ചുവെക്കാനാണ് മറ്റുള്ളവരുടെ പേരിൽ ആവശ്യമില്ലാത്ത ആരോപണം ഉന്നയിക്കുന്നത്. ഞങ്ങളാരും ഒരു മദ്യക്കമ്പനിയുടെ ഏജന്റുമാരല്ല. മദ്യനിർമ്മാണശാലയ്ക്ക് CPI കൂട്ടുനിൽക്കുമെന്ന് കരുതിയില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.